DP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ 30 ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങി. പരോൾ അനുവദിച്ചത് അമ്മ നൽകിയ അപേക്ഷയിൽ. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ മുൻകൂർ ജാമ്യം തേടി സംഘാടകർ. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാർ കസ്റ്റഡിയിൽ. കോടികളുടെ പണപ്പിരിവ് നടത്തിയിട്ടും ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ. കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശത്തിനേറ്റ ചതവ് ഗുരുതരം. തലച്ചോറിനേറ്റ പരുക്ക് വഷളാകാത്തതും ആന്തരിക രക്തസ്രാവം കൂടാത്തതും ആശ്വാസകരം. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. വെന്റിലേറ്ററിൽ തുടരും. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം. വണ്ണപ്പുറത്ത് ജനകീയ ഹർത്താൽ. RRTയെ നിയോഗിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാട്ടാന കൊലപ്പെടുത്തിയ അമർ ഇലാഹിയുടെ മൃതദേഹം ഖബറടക്കി. രാജു എബ്രഹാം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. KP ഉദയഭാനു ഉൾപ്പെടെ 6 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. 5 പുതുമുഖങ്ങൾ കമ്മിറ്റിയിൽ. പാർട്ടിയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുമെന്ന് രാജു എബ്രഹാം. EP ജയരാജന്റെ ആത്മകഥാ വിവാദം അന്വേഷിക്കാൻ ADGP മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശം. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കും. നിർദ്ദേശം നൽകിയത് കോട്ടയം SP-ക്ക്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നു. ഹർജി പരിഗണിക്കുന്നത് റിയാദ് കോടതി വീണ്ടും മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട വൈകിട്ട് തുറക്കും. 5 മണി മുതൽ ദർശനം. മകരവിളക്ക് ജനുവരി 14-ന്. ഓസ്ട്രേലിയക്കെതിരെ 4ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയയുടെ ജയം 184 റൺസിന്. പരമ്പരയിൽ ഓസീസ് 2-1 മുന്നിൽ. യശസ്വി ജയ്സ്വാളിന്റെ പുറത്താകൽ വിവാദത്തിൽ.